മീനും ചോറും അതാണ് അത്. നല്ല ചൂട് തലക്കഷ്ണേ, നല്ല മീനിന്റെ ടേസ്റ്റിൽ കേട്ടോ. നല്ലൊരു നാടൻ ഊണ് സ്പോട്ടാണ് നമ്മുടെ പുതിയ സീരീസ് കോഴിക്കോട് ചീപ്പസ്റ്റ് ഫുഡ് സ്പോട്ട്. അതൊക്കെ വരും. നിങ്ങളുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അതിലൊക്കെ വരുന്ന വീഡിയോസ് ആണ് ഇട്ടത്, തുടർന്ന് കാണാം. അപ്പോൾ ഊണ് വിളമ്പിയിട്ട് ചോറ് വിളമ്പിയിട്ട് നല്ല സാമ്പാറായിരുന്നു. നമ്മൾ കഴിക്കുമ്പോൾ സാമ്പാർ വരുന്നുണ്ട്, അച്ചാർ വന്നിട്ടുണ്ട്, ഇനി ബാക്കി സാധനങ്ങൾ മീൻകറി എന്തോ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പേരി അങ്ങനത്തെ സാധനം, പപ്പടമൊക്കെ വരാനുണ്ട്. പിന്നെ ഇവിടെ മീനും പറഞ്ഞിട്ടുണ്ട്, മീൻ പൊരിച്ചതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. നമ്മൾ കോഴിക്കോട് ഒരുപാട് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഫുഡ് കിട്ടും, നല്ല ഫുഡ് സ്പോട്ട് ഉണ്ട്. അതൊക്കെ ഈ സീരീസിൽ വരുന്നുണ്ട്. പാചക സാമ്പാർ നല്ല കഷ്ണങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി സാമ്പാർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സാധനം. അതേപോലെ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി. മീൻ കഷ്ണമല്ല കേട്ടോ, തലക്കഷ്ണം ഫ്രഷ് ആട്ടോ, ടേസ്റ്റ് ഉണ്ട്. അതേപോലെ നല്ല തേങ്ങ അരച്ച നല്ല കട്ടിയുള്ള കറി. ഇതെല്ലാം കൂടെ ഒരു 50 ഉറുപ്പ്യൻ്റെ ഊണാട്ടോ. പപ്പടമൊക്കെ വരാനുണ്ട്, അടിപൊളി. അപ്പോൾ അതാ പറഞ്ഞപ്പോൾ ഞാൻ പപ്പടം വന്നിട്ടുണ്ട്, കൂടെ ഒരു കൊണ്ടാട്ടമുളകും വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 50 ഉറുപ്പ്യൻ്റെ ഊണ് പറഞ്ഞാൽ. പിന്നെ മീൻ പൊരിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കഴിച്ചപ്പോൾ നല്ലൊരു ഊണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻ പൊരിച്ച് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ അപ്പോഴേ അവർ അത് പൊരിക്കാൻ പോവുള്ളൂ, അതാണ് പ്രത്യേകത. ഞാൻ പപ്പൻസാണ് പറഞ്ഞത്, നല്ല ചൂട്. അതെ, ഇത് തൊട്ടപ്പം തന്നെ ആദ്യം കിട്ടിയത് മീനിന്റെ ഫീലിംഗ്, അതായത് ഓവർ ഡ്രൈ ആക്കാതെ കണ്ടപ്പോൾ തന്നെ മനസ്സിലുണ്ട് ആ മീനാണ് നമുക്ക് തോന്നുന്നത്. അത് കഴിക്കുമ്പോഴും ഇങ്ങനെ വേണം മീൻ പൊരിക്കാന്ന് പറഞ്ഞാൽ. ഞാൻ കാണിച്ചാൽ അത് കേട്ടോ, നിങ്ങൾ നോക്കിയാട്ടെ മീൻ ഉണ്ടോ, നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഇപ്പം ഇങ്ങനെ കൊണ്ട് പൊരിച്ചു വരുന്ന കഷ്ണം മീൻ, നല്ലൊരു ടേസ്റ്റ്. മീൻ മാത്രം ഇങ്ങനെ കഴിച്ചു പോവാ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ചൂടോടെ നല്ല ഫ്രഷ് മീനും അമ്പാടി പൊളി. ആ കഷ്ണം ചോറിനോടൊന്ന് കഴിച്ചു കേട്ടോ. കഷ്ണം ആ ഒരു മസാല, ചെറിയൊരു മസാല ഉള്ളു, ഓവർ മസാല ഒന്നും അതിൻ്റെ മുകളിലില്ല. അതൊരു പപ്പട കഷ്ണം, ഒരു ഉപ്പേരി എല്ലാം കൂടി കൂട്ടി ഒരു ചോറിൻ്റെ കൂടെ മീനും ചോറും സാധനം സെറ്റ്. സത്യം പറഞ്ഞാലേ ഞാനൊരു കഷ്ണം കൂടിയൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. റേറ്റ് അത്രയേ ഉള്ളൂ, 50 ഉറുപ്പ്യ, 60 ഉറുപ്പ്യ, 40 ഉറുപ്പ്യ. ഞാനിപ്പോൾ വാങ്ങി പപ്പൻസിനാകെ 60 ഉറുപ്പ്യൻ്റെ പീസാണ് വരുന്നത്. ഒരു കഷ്ണം കൂടിയൊക്കെ വാങ്ങുന്നത് അതേപോലെ അങ്ങനെ മീൻ മാത്രം കഴിക്കാൻ വാങ്ങിയില്ല. നമുക്കൊരു തവണ കൂടി വരും ഞാൻ. മീൻ മാത്രം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ സ്പോട്ടാട്ടോ. അപ്പോൾ ഒപ്പം ഇങ്ങനെ പൊരിച്ചു തരുന്നതുകൊണ്ട് ചൂടോടുകൂടി. ഇത് പറഞ്ഞപ്പോഴല്ലോ ലൊക്കേഷൻ പറഞ്ഞതില്ല, നമ്മൾ കോഴിക്കോടാട്ടോ, നമ്മൾ പൊളി മാർക്കറ്റില്ലേ കൊട്ട, അതിന്റെ കൊട്ടേന്റെ ഫ്രണ്ട് വെച്ച് നമ്മളെ മന്തി ഹൗസ് ഒക്കെ വരുന്നില്ല, അപ്പോൾ അതാണ് കുറച്ച് ഉള്ളിൽ വന്നാൽ മന്തി ഹൗസിന് ഒരു പാർക്കിംഗ് ബോർഡൊക്കെ ആണ്. അവിടുന്ന് ആ റോഡിനുള്ളിലേക്ക് മന്തി ഹൗസിന്റെ സൈഡ് തന്നെ വലുത്തു അത് നേരെ ഉള്ളിലേ പോയാൽ നാടൻ ഊണ് എന്ന് പറഞ്ഞ കാണാം, കൊട്ടേന്റെ ഉള്ളിലാണ് കേട്ടോ. അടിപൊളി. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ മീൻ പൊരിച്ചതും ഊണും കഴിച്ചിറങ്ങാം കേട്ടോ. അപ്പൊ ശരി.